കുറച്ച് നാൾ മുമ്പ് എന്റെ ബൈക്കിന്റെ റേഡിയേറ്റർ ഫാൻ കുറച്ച് പ്രശ്നമായിരുന്നു, വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ ഇതിന്റെ സൈഡിലെ കിറ്റൊക്കെ റിമൂവ് ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കാണ് ഫാൻ അല്ലായിരുന്നു ഇഷ്യൂ, ഒരു റിലേ പോയതാണ്. അങ്ങനെ നമ്മൾ റിലേ മാറി. ആ റിലേ മാറുന്ന വീഡിയോസ് ഒക്കെ ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നും കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഫാൻ ഇഷ്യൂ വന്നു. ആ സമയത്ത് ഞാൻ ചെക്ക് ചെയ്തപ്പോഴത്തേക്കാണ് മനസ്സിലായത് റിലേ അല്ല വരുന്നു ആ സമയത്ത് പ്രശ്നം, ഫാൻ അടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ചാൾ പിന്നെ ഫാൻ ഇല്ലാതെ എനിക്ക് യൂസ് ചെയ്യേണ്ടി വന്നു. ഞാൻ ആ സമയത്ത് ഞാൻ നോക്കുമായിരുന്നു, ഇതിപ്പോ വീണ്ടും ആ ഒരു ഫാൻ തന്നെ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പെട്ടെന്ന് കംപ്ലൈന്റ് ആയി പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ. എന്റെ തന്നെ ഇപ്പൊ രണ്ടാമത്തെ ഫാനാണ്. അപ്പൊ ഇതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്കാണ് ഞാൻ മനസ്സിലാക്കിയത് E4 വരുന്നത് കൈനറ്റിക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ ഫാനാണ്. അപ്പൊ ആ ഫാൻ പെട്ടെന്ന് കംപ്ലൈന്റ് ആയി പോകുന്നുണ്ട്. പല ഓണേഴ്സിന് ഈ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് സൊല്യൂഷൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയപ്പോഴത്തേക്കും വേർഷൻ 3 വരുന്നത് പാനസോണിക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ ഫാനാണ്. അപ്പൊ ആ ഫാൻ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും പോകില്ല എന്നുള്ളൊരു ഫീഡ്ബാക്ക് ആണ് അറിയാൻ പറ്റിയത്. അങ്ങനെ ഞാൻ ആ ഒരു ഫാൻ അറേഞ്ച് ചെയ്തു. ഇപ്പൊ ഫാൻ ഇതിൽ സെറ്റ് ആക്കി. നമുക്ക് ഞാനിപ്പോ ജസ്റ്റ് ഇവിടെ വീഡിയോ വയ്ക്കാം. ഞാൻ ഈ വണ്ടി എടുത്തിട്ട് 3 തവണ നിന്നു. 3ഉം സ്പീഡ് 7 കിലോമീറ്ററിൽ താഴെ. 7 കിലോമീറ്റർ സ്പീഡിൽ ഞാൻ ഇങ്ങോട്ട് പയ്യനെ കാണാൻ പോയി. പയ്യൻ ഒരു 1.5 മണിക്കൂർ എൻ്റെ അടുത്ത് ഇതിനെ കുറിച്ച് തന്നെ സംസാരിച്ചോണ്ടിരിക്കും. അവിടെ ഞാൻ എടുക്കട്ടോടാ, ഇത് കൊള്ളാടാ, അങ്ങനെ ഇങ്ങനെ സംസാരിച്ചു. തിരിച്ചു വന്ന് ശ്രീകാര്യം ജംഗ്ഷൻ എത്തിയപ്പോ വണ്ടി എങ്ങ് നിന്നു. ആ ബ്ലോക്കിന്റെ ഇടയിൽ വണ്ടി എങ്ങ് നിന്നു. സ്റ്റാറിന്റെ സ്ക്രൂ ഡ്രൈവറാ. 284901 റിമോർ വാങ്ങിച്ച കടയിൽ പറഞ്ഞു. ഇതാണ് നമ്മുടെ ഇതിന് മുമ്പിരുന്ന കൈനറ്റിക്കിൻ്റെ ഫാൻ. ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം. നമ്മളിപ്പോൾ മാറ്റാൻ പോകുന്ന പുതിയ ഫാന് പാനസോണിക്കിൻ്റെ വേർഷൻ 3 ഫാനാണത്. അപ്പോൾ നമുക്കിനി ഇത് യൂസ് ചെയ്ത് നോക്കാം. ഇത് എങ്ങനെയാണ്, റിലയബിൾ ആണ് എങ്ങനെയാണെന്നുള്ള ഞാൻ പിന്നെ ഇതിന് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് റേഡിയേറ്റർ ഫാൻ ഇപ്പോൾ കിക്കിങ് ആവുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇപ്പോൾ 99 ആയി, 100 ആകുമ്പോഴത്തേക്കും ഓൺ ആവണം. ഫാൻ കിക്കിനായിട്ടുണ്ട്. നമുക്ക് സൗണ്ട് കേൾക്കാം. നമുക്ക് കേൾക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. വർക്കിംഗ് ആണ് കേട്ടോ, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഈ ബൈക്കിൽ പാനസോണിക്കിന്റെ ഫാനാണ്, വർക്ക് ആവുന്നുണ്ട്, വേറെ ഇഷ്യൂ ഒന്നുമില്ല. അപ്പോൾ ഇതിനിപ്പോൾ എത്ര നാളിതിപ്പോൾ ലാസ്റ്റ് ചെയ്യും എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്കിനി വരും വീഡിയോസിൽ നോക്കാം. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു റേഡിയേറ്റർ ഫാൻ ഇല്ലാതെ ഈ ബൈക്ക് ഞാൻ കുറച്ചാൾ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതുപോലൊരു സിറ്റുവേഷൻ വന്ന് നമ്മൾ റേഡിയേറ്റർ ഫാൻ ഇല്ലാതെ ബൈക്ക് കുറച്ചാൾ യൂസ് ചെയ്താൽ എന്തെങ്കിലും പ്രശ്നം വരുമോ, അല്ലെങ്കിൽ തന്നെ ഈ ഒരു കൂളിംഗ് സിസ്റ്റം ഈ ബൈക്കിനകത്ത് എങ്ങനെയാണ് വർക്ക് ആവുന്നത്, ഇതിനെല്ലാം പറ്റിയുള്ള അപ്കമിങ് വീഡിയോസ് വരുന്നുണ്ട്. നമുക്കിനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.